ഇതൊക്കെ നെറ്റ്മക് ട്രീസാണ്. ഇത് ഗോൾഡൻ ബഡ് ജാതിയാണ്. പണ്ട് ഇവിടെ മരോട്ടി എന്ന സ്ഥലത്ത് നട്ടതാണ്. പണ്ട് മരോട്ടി എന്നോ ഈ ഏരിയയിലെങ്ങനെ മരോട്ടി എന്ന് ഈ ഏരിയയിൽ അത് വെട്ടിക്കളഞ്ഞിട്ട് അന്നേരം മറ്റേ 2 ഗോൾഡൻ ബഡ് ജാതികളായത്. ഇത് വേറെ ഒരു ഗോൾഡൻ ബഡ് ജാതി. ആ മരോട്ടിയുടെ ഏരിയയിൽ കവർ ചെയ്ത് മരോട്ടിയുടെ ഇത് ഏരിയ മരോട്ടിയല്ല, മരോട്ടി ഇങ്ങോട്ട് മാറിയ. പക്ഷേ അതിന് മരോട്ടിയുടെ ഇല ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇവിടെ ഗോൾഡൻ 3 ഐറ്റം നട്ടു മരോട്ടി എന്നത്. പിന്നെ ഈ സാധനം ഇതന്നെ ഫിലോസാൻ. ഇവിടെ ഒരു ഫിലോസാനും നട്ടു. മരോട്ടി എന്നോടത്ത് 3 ഐറ്റംസ് നട്ടു. 2 ജാതിയും ഒരു ഫിലോസാനും. ഇവിടെ ഒരു ഓൾ സീസൺ മാങ്ങ ഇപ്പുറ സൈഡ്, മാവ് ഇപ്പുറ സൈഡ് നട്ടു. ഇവിടെ ഒരു ജാതി വെട്ടിക്കളഞ്ഞായിരുന്നു. ഇവിടെ ഓൾ സീസൺ ഈ ജാതിക്ക് കായ ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. ഇത് വെട്ടിക്കളഞ്ഞു. കായ ഉണ്ടാവുന്നുണ്ട്, 3-4 കായ അവിടെ ഇവിടെ. അപ്പോൾ ആ ജാതി അവിടെ വെട്ടിക്കളഞ്ഞു. അതിൻ്റെ പുറകെയായിട്ടായി ഓൾ സീസൺ നട്ടേക്കണം. ഇത് വൈഫിൻ്റെ പച്ചക്കറി കൃഷിയാണ്. ഈ സൈഡിൽ ഒരു ചെറിയൊരു ഏരിയയിൽ ചെറിയൊരു അടുക്കളത്തോട്ടം പോലെ മുളക്, വെണ്ടയ്ക്ക, വഴുതനങ്ങ ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, മുളകുണ്ട്, അങ്ങനെയുള്ള ചെറിയൊരു അടുക്കളത്തോട്ടം അത്യാവശ്യം ഈ ഏരിയ. ഇവിടെ വേറൊരു മരം നിൽക്കണ്ടായിരുന്നു പണ്ട്. ഈ വീടിനോട് ചേർന്ന മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞായിരുന്നു. ഇവിടെ ഒരു മരോട്ടി ഉണ്ടായിരുന്നു. മരോട്ടിയുടെ സ്ഥലത്താണ് 2 ജാതിയും ഒരു മറ്റേ ഫിലോസാനും നട്ടത്. മരോട്ടി നല്ല ഏരിയ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങേ സൈഡിൽ വേറെ ഒരു മരം നിൽക്കണ്ടായിരുന്നു, ഒരു ജാതിയും നിൽക്കണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു മരം ഉണ്ടായിരുന്നു. അത് ആയിട്ടാണ് അവിടെ ഒരു ഓൾ സീസൺ മാംഗോ അങ്ങേറ്റ് കേട്ടു. ബാക്കിയുള്ള സ്പേസൊക്കെ ഇവിടെ ഈ ഓപ്പൺ സ്പേസുകളെല്ലാം ഇപ്പോൾ പച്ചക്കറി ആയിട്ട് കിട്ടും. അതുപോലെ വീടിനോട് ചേർന്ന് ഞാൻ ഇത് പോയില്ലോ, ഇവിടെയൊക്കെ ഞാൻ ഇത് നട്ടായിരുന്നു, കരിയാപ്പ് നട്ടായിരുന്നു. ഈ കരിയാപ്പ് പോയി എന്ന് തോന്നുന്നു. ഇവിടെ ഒരു കരിയാപ്പ് നട്ടായിരുന്നു, അത് പോയി. ഇതുണ്ട്, ഇത് പഴയ കരിയാപ്പാണ്. ഇവിടെ ഞാൻ ഒരെണ്ണം നട്ടായിരുന്നു. ഈ മറ്റേ മതിലിനോട് ചേർന്ന് ഞാൻ കരിയാപ്പ് നട്ടു കൊടുത്തായിരുന്നു. ഇവിടെ ഒരെണ്ണം ഉണ്ട്, അതിൻ്റെ ചെറിയ റിമൈൻസ് ഉണ്ട്. ഇത് കരിയാപ്പ്. അതായത് നമ്മൾ ഈ നമുക്ക് മുറ്റത്ത് നിന്ന് തന്നെ കരിയാപ്പില പറിച്ചെടുക്കാവുന്ന രീതിയിൽ മുറ്റത്തിനോട് ചേർന്ന് പല സ്ഥലത്തും ഞാൻ കരിയാപ്പ് നട്ടു കൊടുത്തിട്ടുണ്ട്. കരിയാപ്പില എപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അത് ഈ മുറ്റത്തിൻ്റെ ബൗണ്ടറിയോട് ചേർന്ന് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാം. ഇവിടെയുണ്ട് കരിയാപ്പ്. ഇതൊക്കെ കുറച്ച് കഴിയും പോവും. ഈ ജാതിയൊക്കെ വലുതായി കഴിയുമ്പോൾ കുറേയൊക്കെ പോവും. അങ്ങോട്ട് മുഴുവൻ പഴയ ജാതിയാണ്. അത് പഴയെന്ന് പറഞ്ഞാൽ ബിജിയുടെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ കൊച്ചപ്പന്മാരുടെ വീട്ടിൽ നിന്ന് വൈഫിൻ്റെ പഴയത് ഒരു 20 ജാതി ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 എണ്ണം വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, 3-4 എണ്ണം നമ്മുടെ പറമ്പിൽ നിന്നതും പിന്നെ കൊച്ചപ്പന്മാരുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നോക്കിയാണ് നാടൻ ജാതി. പിന്നെ ഒരു 10-18 എണ്ണം ഉണ്ട്, 18 20 ജാതി. 12 മറ്റേ 30 ജാതിയാണ് മൊത്തം ഉള്ളത്. 12 ബഡ് ജാതി പുതിയത് നട്ടതുണ്ട്. പഴയതൊരു 18 ജാതി ഉണ്ട്. അതിലൊരു 10-14 വൈഫിൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ്. ബാക്കി 3-4 ഇവിടെ നിന്നതും കൊച്ചപ്പന്മാരുടെ വീട്ടിൽ നിന്ന് വന്നു. ഇത് ആയുർ രേഖ എന്ന് പറഞ്ഞത് അത്ര സുഖമില്ല. ഇതിൻ്റെ കഴിഞ്ഞ ചക്ക ഉണ്ടായിട്ട് അതിൻ്റെ അകത്തൊരു കറുത്ത കുത്തൊക്കെ ഉണ്ടായിരുന്നു. ചക്കയിൽ വലിയ സുഖം ഉണ്ടായിരുന്നില്ല. ഇത് വിയറ്റ്നാം എയർലേ. ഇത് ഉണ്ടായി കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. കഴിഞ്ഞ കൊല്ലം ഒരു ചക്ക ഉണ്ടായി ഇതിൽ, പക്ഷേ അതിൽ ഉണ്ടായി കിട്ടിയില്ല. ഇത് വിയറ്റ്നാം എയർലി പുതിയത് നട്ടേക്കണം. ഇത് നട്ടിട്ട് അധികം ദിവസം ആയില്ല. എനിക്ക് തോന്നുന്നു ഇത് 22-ന് ശേഷമായിരിക്കും നട്ട്. 23-ലായിരിക്കും നട്ട്. 23 അല്ലെങ്കിൽ 24. 23-24 ഇത് പണ്ട് നട്ടതാണ്. ഇതിലിപ്പോൾ ചക്കയായി. ഇതൊരു 5 വർഷമെങ്കിലും 5-6 വർഷമായി കാണും. എനിക്ക് തോന്നുന്നു 2020-ലൊക്കെ നട്ടായിരിക്കും. ഇത് ആയുർജാക്ക് എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഒരു ഇത് നട്ടിട്ടുണ്ട്.
ഇത് മറ്റേ ചാമ്പ. ഇതാണ് ഇപ്പോൾ മറ്റേ ഗോൾഡൻ ബഡ് നട്ടു എന്ന് പറഞ്ഞില്ലേ, ഈ സാധനം ഗോൾഡൻ ബഡാണ്.